പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്. സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ ആശ്വാസകരമായ ഒരു അറിയിപ്പാണ് ഈ ഒരു നിമിഷത്തിൽ പുറത്തു വരുന്നത്. 50 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ 26 ലക്ഷത്തോളം പേർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും അതുപോലെ തന്നെ 24 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘങ്ങൾ വഴി കൈകളിൽ തുക വാങ്ങുന്നവർക്ക് വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് വിതരണം ആരംഭിച്ചത്. തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നോ അടുത്ത ദിവസങ്ങളിലോ തുക എത്തിച്ചേരുന്നതാണ്. ഈ സാഹചര്യത്തിലാണ് മറ്റൊരു ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നത്. നിലവിൽ ഇനി 5 മാസത്തെ പെൻഷൻ തുകയാണ് കുടിശ്ശികയുള്ളത്. ഇതിൽ 1 മാസത്തെ തുക കൂടി ഉടൻ വിതരണം ആരംഭിക്കുമെന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ പുറത്തു വരുന്നത്. പെൻഷനും മറ്റും കുടിശ്ശികയായി നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ തുകക്ക് സംസ്ഥാനം കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു. 18,000 കോടിയുടെ വായ്പാ അനുമതിയാണ് സംസ്ഥാനത്തിന് കേന്ദ്രം അനുവദിച്ച് നൽകിയത്. ഇതിൽ 3,000 കോടിയുടെ കടപ്പത്ര ലേലം കഴിഞ്ഞ ദിവസം മുംബൈ പോർട്ട് ഓഫീസിൽ വെച്ച് നടന്നു. സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളം, പെൻഷൻ, മറ്റു ആനുകൂല്യങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിനായും അതുപോലെ തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷനും വിതരണം ചെയ്യുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. മെയ് മാസത്തിൽ 2 മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്നായിരുന്നു സർക്കാർ നേരത്തെ നൽകിയ അറിയിപ്പ്. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ കൂട്ടവിരമിക്കലിൽ സാമ്പത്തിക പ്രതിസന്ധിയിലായ സംസ്ഥാനത്തിന് 1 മാസത്തെ പെൻഷൻ മാത്രമേ വിതരണം ചെയ്യാൻ സാധിച്ചുള്ളൂ. നിലവിൽ ആരംഭിച്ചിട്ടുള്ള പെൻഷൻ വിതരണം വരുന്ന ആഴ്ചയിൽ തന്നെ പൂർത്തിയാവും. കൂടുതൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.